ഒരിക്കൽ നമുക്കെല്ലാവർക്കും ആശയുള്ള ഒരു വാക്ക് ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് കുത്തുബാണല്ലോ, അള്ളാഹുവിലേക്ക് അടുത്ത മഹാനാണല്ലോ. അവിടെ നിന്ന് ഒരിക്കൽ ബന്ധുക്കളും കുറച്ച് സ്നേഹിതന്മാരൊക്കെ ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ ഒരുമിച്ച് കൂടി. അപ്പോൾ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നാളെ മഹ്ശറിൽ നമ്മൾ വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശഫാഅത്ത് ചെയ്യണം കേട്ടോ. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആലയോട് പറഞ്ഞു. ഇമാം നവവി തങ്ങൾ പറയാണ്, നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് വല്ല സ്ഥാനവുമുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന എല്ലാവരെയും സ്വർഗത്തിൽ കടത്തിയിട്ട് മാത്രമേ ഞാൻ കടക്കുകയുള്ളൂ. ഇമാം നവവി റളിയല്ലാഹു തആല ഇമാം നവവി തങ്ങൾ അനുസ്മരിച്ചതിൻ്റെ പേരിൽ, ഇമാം നവവി തങ്ങളുടെ അനുസ്മരണം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കേട്ടതിൻ്റെ പേരിൽ ഇമാം നവവി തങ്ങൾ അറിയുന്ന ആ പരിചയ വലയത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ഇതിൻ്റെ ബർക്കത്ത് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ നവവി ഇമാമിൻ്റെ ശഫാഅത്തിലൂടെ നമുക്ക് സ്വർഗത്തിൽ കടക്കാം. ചില്ലറക്കാരല്ല ഇവർ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. എനിക്കറിയുന്ന എല്ലാവരെയും സ്വർഗത്തിൽ കടത്തിയിട്ടേ ഞാൻ സ്വർഗത്തിൽ കടക്കൂ എന്ന് ഇമാം നവവി റളിയല്ലാഹു തആല. എത്ര വലിയ താഴ്മയുടെ മനസ്സാണ്, എത്ര വലിയ കരുണയുള്ള മനസ്സാണ് ഇമാം നവവി തങ്ങൾക്ക്. ഒരു കള്ളൻ വന്ന് തൻ്റെ തൊപ്പി കട്ടുകൊണ്ടുപോയപ്പോൾ ഇമാം നവവി റളിയല്ലാഹു തആല പിന്നാലെ കൂടിയിട്ട് പറഞ്ഞു, ഓ മനുഷ്യ, ഞാനത് നിനക്ക് പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു. എന്തിനാ അങ്ങനെ ഓടേണ്ട ആവശ്യമുണ്ട്? കാരണം ഈ കള്ളൻ ഈ തൊപ്പി കട്ടുകൊണ്ടുപോയാൽ അവൻ്റെ ചിന്തയിൽ അതൊരു കളവ് മുതലാണ്. കളവ് മുതൽ ഉപയോഗിക്കുമ്പോൾ അവന് കുറ്റം കിട്ടും. ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്ത ഇവർ അവനെ അറിഞ്ഞിട്ടില്ല, അതവനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അവന് കുറ്റം കിട്ടാൻ പാടില്ല. എൻ്റെ തൊപ്പി മോഷ്ടിച്ചാലും അവനൊരിക്കലും അള്ളാൻ്റെ അടുക്കൽ നിന്ന് കുറ്റം കിട്ടരുത് എന്ന് കരുതിയിട്ടാണ്. സുബ്ഹാനല്ലാഹ്, എത്ര നല്ല മനസ്സിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു. എത്ര വലിയ അദബാണ്, മഹത്തുക്കളോട് എത്ര വലിയ ബഹുമാനമാണ്. ഷാഫിഈ ഇമാമിൻ്റെ സിയാറത്തിന് വേണ്ടി പോകും മിസ്റിലേക്ക്. ഷാഫിഈ ഇമാമിൻ്റെ സിയാറത്തിന് വേണ്ടി പോയാൽ ആ മക്ബറയുടെ വാതിൽ പടിക്കൽ നിൽക്കുമെന്നല്ലാതെ അതിൻ്റെ അടുത്തേക്ക് പോകാൻ ധൈര്യപ്പെട്ടില്ല. ചോദിച്ചപ്പോൾ പറയുകയാണ്, ഷാഫി ഇമാമിൻ്റെ അടുത്തേക്ക് പോകാൻ ഞാൻ അർഹനല്ല. എത്ര വലിയ ഇമാമാണ് ഈ പറയുന്നത്, എത്ര വലിയ താഴ്മയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.